السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه من سليمان وإنه بسم الله الرحمن الرحيم. സൂറത്തുൻ നംല് 30-ാമത്തെ ആയത്ത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ബസ്മലയെ കുറിച്ചിട്ടാണ്. ഇസ്തിആദത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്തിആദത്ത് ചൊല്ലണം എന്നുള്ളതും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇബ്ലീസിന്റെ ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നമുക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് തെറ്റായ ധാരണകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഇസ്തിആദത്ത് ചൊല്ലാം, പ്രാർത്ഥനയായിട്ട് അത് ചൊല്ലാം. അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ചുരുക്കെഴുത്താണ് ബസ്മല എന്നുള്ളത്. അത് അറബി ഭാഷയിലെ ഒരു വ്യാകരണ രീതി കൂടിയാണ്. ഇപ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് നമ്മൾ എന്താ പറയാ? തൽബിയത്ത് എന്നാണ് പറയാ, അല്ലെ? അൽഹംദുലില്ലാഹ് എന്നുള്ളതിന് ഹംദല കേട്ടിട്ടുണ്ടാവും. അതായത് 2-3 വാക്കുകളുള്ള അല്ലെങ്കിൽ വലിയ സെന്റൻസിനെ എന്താക്കുക? ചുരുക്കി എഴുതുക. അതാണ് ബസ്മല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തിആദത്ത് പോലെ തന്നെ, അല്ലെങ്കിൽ ഇസ്തിആദത്തിന് ശേഷം ബസ്മല കൂടി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഖുർആനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതെന്താണ്? പ്രബലമായ സുന്നത്താണ്. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. അതിൽ സൂറത്ത് തൗബ ഒഴികെ ബാക്കി എല്ലാ സൂറത്തുകളും തുടങ്ങുന്നത് ബസ്മല കൊണ്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളത് എവിടെയാണ്? ഇത് ഖുർആനിൽ, അതായത് ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ആ സൂറത്തിൽ തന്നെ ഉൾപ്പെടുന്ന ആയത്തുകളാണോ, അതല്ല ഇത് ഫാത്തിഹയുടെ മാത്രം ഭാഗമായിട്ട് വന്നിട്ടുള്ള ആയത്താണോ, ഇനി അതല്ല ഓരോ സൂറത്തുകളെയും വേർതിരിക്കാനുള്ള സ്വതന്ത്രമായ ആയത്താണോ എന്നിങ്ങനെയുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രാഥമിക പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തല്ല, ഇത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുമല്ലെങ്കിൽ ബസ്മലയുടെ ആശയം മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഈ പറഞ്ഞ ചർച്ചകളോ ഇതൊന്നും എന്തല്ല പ്രസക്തമാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? അങ്ങോട്ട് നമ്മുടെ തലയിടേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബസ്മല അത് എന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ബസ്മലയുടെ വാക്കർത്ഥം, വേർഡ് മീനിങ് നമുക്കൊന്ന് നോക്കാം. തുടങ്ങുന്നത് ബിസ്മി എന്നാണ്, അല്ലെ? ബി. ഈ ബി എന്ന് പറയുന്നത് ഒരു ഹർഫ് ജറാണ്. ഹർഫ് ജർ, ബി പ്ലസ് ഇസ്മ എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, ബിസ്മി. ഇവിടെ നടുവിൽ ഒരു ഹംസ ഉണ്ട്, ഇസ്മിന്റെ ഹംസ ഉണ്ട് ഇവിടെ. ഇതാണ് ബിസ്മി. എന്നാൽ ബസ്മലയില് നമ്മൾ എഴുതുമ്പോ ഈ പറയുന്ന ഹംസ ഇടാൻ പാടില്ല. നോക്കിയാട്ടെ, ബി എന്ന് കഴിഞ്ഞ് നേരെ പോകുന്നത് സീനിലോട്ടാണ്. അവിടെ ആരില്ല? ആ ഹംസ ഇല്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ബസ്മല നമ്മൾ എഴുതുമ്പോഴും ബിസ്മി എഴുതേണ്ടത് എങ്ങനെയാണ്? ഈ പറയുന്ന ഹംസ ഇല്ലാതെ വേണം, ബിയിൽ നിന്ന് നേരെ സീനിലോട്ട് വേണം നമ്മൾ എഴുതാൻ. അതിന്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് തൊട്ട് ശേഷം അല്ലാഹു ഇസ്മുൽ ജലാലയാണ് വന്നിരിക്കുന്നത് എന്നതാണ്. ഇപ്പോ ഇഖ്റ ബിസ്മി എന്ന് നമ്മൾ ഖുർആനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉള്ളത്, ഇഖ്റ ബിസ്മി. അതായത് ബി കഴിഞ്ഞിട്ട് ആരുണ്ട്? ഹംസ ഉണ്ട്. അപ്പോ ഇസ്മുൽ ജലാല ഉണ്ട്. ഇസ്മുൽ ജലാലക്ക് മുമ്പെയാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹംസ ഇല്ലാത്തത് എന്നാണ് കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോ ബിസ്മി എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ വരുന്ന മറ്റൊരാശയമാണ് അബ്ദഉ, ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവിന്റെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അബ്ദഉ, അബ്ദഉ, ഞാൻ തുടങ്ങുന്നു. ഇവിടെ
ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹർഫ് ജറാണ്. ഇസ്മിന്റെ മുന്നിലാണ്, ഒരു നാമത്തിന്റെ അല്ലെങ്കിൽ ഒരു നൗണിന് മുന്നിൽ, ഒരു ഇസ്മിന് മുന്നിലാണ് ഒരു ഹർഫ് ജർ ഉണ്ടാവുക. അങ്ങനെ ഹർഫ് ജർ വരുന്നതോടുകൂടി ഇസ്മിന് എന്താകും? അതിന്റെ അവസാനത്തെ അക്ഷരം, അതായത് അതിന്റെ ഇഅ്റാബ് എന്ന് പറയുന്നത് ജറാവും. ഇവിടെയുള്ള ഇസ്മ, നൗൺ എന്ന് പറയുന്നത് ഇസ്മ എന്ന് പറയുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് വന്നിരിക്കുന്നത്? ജർ, അതായത് കെസ്ർ എന്ന ഒരു അടയാളം കാണുന്നത്. അതുകൊണ്ടാണ് ബിസ്മു എന്നൊന്നും പറയാതെ ബിസ്മി എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന ആദ്യത്തെ ഹർഫാണ്, ഹർഫ് ജറാണ്. ഇനി തൊട്ട് ശേഷം വന്നിരിക്കുന്നത് ഇസ്മുൽ ജലാല, അല്ലാഹു. അല്ലാഹു ആദ്യം പ്രത്യേകത പറയാം. ഒരു കെസറിന് ശേഷമാണ് ഇസ്മുൽ ജലാല വരുന്നത് എങ്കിൽ ഇസ്മുൽ ജലാലയിലെ ലാം എന്തായിട്ട് മാറും? അതിന്റെ ഉച്ചാരണം തർക്കീഖാക്കി നമ്മൾ ഉച്ചരിക്കണം, അതായത് ലൈറ്റ് ആക്കി നമ്മൾ ഉച്ചരിക്കണം. ബിസ്മില്ലാഹി എന്ന് നമ്മൾ പറയാറില്ല, പറയാൻ പാടില്ല. നമ്മൾ എന്താണ് ഓതാറ്? ബിസ്മില്ലാഹി. അതിന്റെ കാരണം തൊട്ടു മുന്നേ കെസ്ർ വന്നതുകൊണ്ടാണ്. ഫീ ദീനില്ലാഹി, ദീനി, ദീനില്ലാഹി, ദീനില്ലാഹി, തർഖീഖ്, ബിസ്മില്ലാഹി. കാരണം മനസ്സിലായല്ലോ, തൊട്ടു മുന്നേ കെസ്ർ ആയതുകൊണ്ടാണ്. ഇനി ഇസ്മുൽ ജലാലയില് അവസാനത്തെ അക്ഷരം, അതായത് ഇതിന്റെ ഇഅ്റാബ് എന്ന് പറയുന്നത് ജറാണ്. അതായത് അവിടെ നമ്മൾ കെസ്ർ എന്ന അടയാളമാണ് കാണുന്നത്. അതിന്റെ കാരണം മുദാഫുൻ ഇലൈഹിയാണ്. ഇവിടെ ഇസ്മുൽ ജലാൽ, അതായത് അല്ലാഹു എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയാണ്. ഇസ്മ എന്നുള്ളത് മുദാഫാണ്. ഗ്രാമർ പഠിക്കുന്ന ആളുകൾക്ക് പിടികിട്ടുന്നുണ്ടാവും. നമ്മൾ ഇന്റെ ഉടെ എന്നുള്ളൊക്കെ അർത്ഥം കിട്ടാനാണ് ഈ മുദാഫ് മുദാഫുൻ ഇലൈഹി പ്രയോഗിക്കുന്നത്. ബൈത്തുല്ലാഹി, അല്ലാഹുവിന്റെ വീട്. ഖലമു ബിലാലിൻ, ബിലാലിന്റെ പേന എന്നൊക്കെ പറയാനാണ് ഈ മുദാഫുൻ ഇലൈഹി ഉപയോഗിക്കുക. ഇവിടെ അല്ലാഹുവിന്റെ നാമം കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കണേ, മുദാഫുൻ ഇലൈഹി ആയതുകൊണ്ടാണ്. മുദാഫുൻ ഇലൈഹിയുടെ ഇഅ്റാബ് എന്നുള്ളത് ജറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹി എന്ന് വരാനുള്ള കാരണം. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന ആശയം നമുക്ക് അവിടെ കിട്ടി. തൊട്ട് ശേഷം വന്നിരിക്കുന്നത് അല്ലാഹു, ഇസ്മുൽ ജലാലയുടെ രണ്ട് നഅത്താണ്. നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, സിഫത്ത്. ഈ നഅത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ആരെയാണോ വിശേഷിപ്പിക്കുന്നത്, അതായത് ഇസ്മുൽ ജലാല മൻഊത്ത് എന്നാണ് പറയാ. ആരെയാണോ വിശേഷിപ്പിക്കുന്നത് ആ വിശേഷിപ്പിക്കുന്നതിനെ എല്ലാം കൊണ്ട് ഇവരെന്ത് ചെയ്യും? ഫോളോ ചെയ്യും. നഅത്ത് ഫോളോ ചെയ്യും. അതായത് മൻഊത്താണ് നമ്മൾ പറഞ്ഞത്, നഅത്താണ്. മൻഊത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിന് അലിഫ്ലാം ഉണ്ടാകും. മൻഊത്ത് ആണാണെങ്കിൽ നഅത്തും ആണാകും. മന്നൂത്ത് പെണ്ണാണെങ്കിൽ നഅത്തും പെണ്ണാകും. ഇനി മന്നൂത്തിന്റെ അവസാനത്തെ ഹർഫിന് അല്ലെങ്കിൽ അതിന്റെ ഇഅ്റാബ് കെസ്റാണെങ്കിൽ ജറാണെങ്കിൽ നഅത്തും ജറായിരിക്കും. നസ്ബാണെങ്കിൽ ഫത്ഹാണെങ്കിൽ ഇതും ഫത്ഹായിരിക്കും. എല്ലാം കൊണ്ടും മന്നൂത്തിനെ നഅത്ത് അനുകരിക്കും, ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹി, അതായത് ബിസ്മില്ലാഹി എന്ന് വന്നത് കൊണ്ടാണ് റഹ്മാനി, മുസ്ഹഫ് എടുത്ത് നോക്കിക്കേ, റഹ്മാനി അർറഹീമി എന്ന് വരാനുള്ള കാരണം. നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനിൽ നിർത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പലപ്പോഴും നമ്മൾ അതിന്റെ ഇഅ്റാബ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ അവിടെ വന്നിരിക്കുന്ന അടയാളം എന്താണ് എന്ന് നോക്കാറില്ല. അതേപോലെ തന്നെ പലപ്പോഴും റഹ്മാനി എന്നുള്ളത് റഹ്മാനു എന്ന് ഓതുന്ന ആളുകളുണ്ട്. തെറ്റാണ്. മുസ്ഹഫില് വിരല് വെച്ച് ശ്രദ്ധിക്കുക, അക്ഷരങ്ങളും അതിന്റെ ഹറക്കത്തുകളും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി റഹ്മാനി, നീ റഹ്മാനി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ ഇവിടെ ജർറ് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. റഹ്മാൻ
പറഞ്ഞാല് പരമകാരുണികൻ, പരമകാരുണികൻ. പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. റഹീം എന്ന് പറഞ്ഞാലും കാരുണ്യം തന്നെയാണ്, കരുണാനിധി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കരുണാനിധിയും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ചേരുന്ന, അള്ളാഹുവിന് മാത്രം പറയുന്ന ഗുണമാണ് റഹ്മാൻ എന്നുള്ളത്. റഹീം എന്നുള്ളത് സൃഷ്ടികൾക്ക് കൂടി പറയാറുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതാണ് വാക്കർത്ഥം, ഇതാണ് ഇതിന്റെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രാമർ എന്ന് പറയുന്നത്. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അബ്ദഉ, ഞാൻ തുടങ്ങുന്നു. ഇസ്തിആദത്ത് പോലെ തന്നെ ബസ്മലയും ഒരു പ്രാർത്ഥനയാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സംഗതികളും, അതിപ്പോ അറിവാവട്ടെ, നമ്മുടെ കഴിവാവട്ടെ, നമുക്കുള്ള വിഭവങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന ഒരു തുറന്ന പ്രഖ്യാപനമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മളത് ആശയം അറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് നമ്മളത് ചൊല്ലുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുന്നു. മാത്രമല്ല അവിടങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുന്നു, ഒരു ബർക്കത്ത് നമുക്ക് ഉണ്ടാകുന്നു. ഇതും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് മുന്നിലും ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും നമ്മൾ എന്ത് ചൊല്ലണം, എന്ത് ശീലമാക്കണം? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് ശീലമാക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഇനി ഖുർആൻ അല്ലാതെ മറ്റ് പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ എടുക്കുമ്പോൾ, ഇനി അതുമല്ല നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് പതിവാക്കുക? ബസ്മല പതിവാക്കുക. അവിടെ എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ ദാസനാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എനിക്കുള്ളതെല്ലാം. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ ഒരു അനുവാദം നമ്മൾ തേടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താവും? നമുക്ക് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ബർക്കത്തും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഖുർആനിൽ പ്രവേശിക്കുക, അതായത് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഖുർആനിലുള്ള എല്ലാ സംഗതികളും, അതിൽ പറഞ്ഞിരിക്കുന്ന വിധിവിലക്കുകളാവട്ടെ, അതിൽ പറഞ്ഞിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളാവട്ടെ, അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളാവട്ടെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ അതിനെ പൂർണ്ണമായും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണമേ, അതിനെ പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമേ എന്നുള്ള ഒരു തേട്ടമാണ് ബസ്മലയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്താക്കുക? ബസ്മല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ബസ്മലയില് അള്ളാഹുവിന്റെ 3 നാമങ്ങളുണ്ട്. ഒന്ന് ഇസ്മുൽ ജലാല, അള്ളാഹു എന്ന നാമം തന്നെയാണ്. അള്ളാഹുവിന്റെ 2 വിശേഷണങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത്. അള്ളാഹുവിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 ഗുണങ്ങളാണ് ഏത്? പരമകാരുണികനും കരുണാനിധിയും എന്നുള്ളത്. ഇതില് ഈ 2 വാക്കിലും എന്തുണ്ട്? അർത്ഥ വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ ആശയത്തിലെ വ്യത്യാസമുണ്ട്. അർ റഹ്മാൻ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന കാരുണ്യമാണ്. അത് വിശ്വാസിയാവട്ടെ, അവിശ്വാസികളാവട്ടെ, ഇനി മറ്റ് മൃഗങ്ങളാവട്ടെ, മറ്റ് ജന്തുജാലങ്ങളാവട്ടെ, അങ്ങനെ എല്ലാം തമ്മിലുള്ള എല്ലാവരോടും പഠിച്ചും കാണിക്കുന്ന കാരുണ്യത്തെ കുറിക്കാനാണ് അർ റഹ്മാൻ എന്ന പദം പ്രയോഗിക്കുന്നത്. അർ റഹീം എന്നുള്ളത് വിശ്വാസികൾക്ക് മാത്രമായിട്ട് പഠിച്ചും കൊടുക്കുന്നതാണ്. അതെല്ലാവർക്കും കൊടുക്കൂല. അത് വിശ്വാസികൾക്ക് മാത്രമായിട്ട്, ഇഹലോകത്തും പരലോകത്തും വിശ്വാസികൾക്ക് മാത്രമായി സവിശേഷമാക്കി വെച്ചിരിക്കുന്ന കാരുണ്യമാണേത്? അർ റഹീം എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നാമത്തോട് ഏറ്റവും കൂടുതൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കാരുണ്യത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ടീച്ചർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളായിക്കൊള്ളട്ടെ, ഈ 2 കൂട്ടരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളോട് അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ, റബ്ബിനെ പറ്റി സംസാരിക്കുമ്പോൾ റബ്ബിന്റെ കാരുണ്യത്തെ ചേർത്ത് പറഞ്ഞുകൊണ്ട് വേണം സംസാരിക്കാൻ. നമ്മളിപ്പോഴും നമ്മുടെ മക്കളോട് എന്താ പറഞ്ഞു കൊടുക്കുക? നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും. നിസ്കരിച്ചാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കലില്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും, കളവ് പറഞ്ഞാൽ കുറ്റം കിട്ടും, പടച്ചോ ശിക്ഷിക്കട്ട്, ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ഉമ്മയും ഉപ്പയും ആണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചേർത്ത് പറയുക. അള്ളാഹു അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് അല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വിചാരിക്കുന്നത്, ധാരണകളൊക്കെ അള്ളാഹു അറിയുന്നത് പോലെ എങ്ങാനും നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോ നമ്മൾ എന്തായിട്ടുണ്ടാവും, വിട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. പഠിച്ചവൻ എന്താ ചെയ്യുക, പിന്നെയും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോവും. അപ്പോഴും പിന്നെയും നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കും. നമ്മൾ തെറ്റ് ചെയ്യുന്നതൊന്നും റബ്ബിന് പ്രശ്നമില്ല. എന്താ പ്രശ്നമുള്ളൂ, ആ തെറ്റ് അറിഞ്ഞിട്ടും പിന്നെ ധിക്കാരം കാണിക്കുമ്പോഴാണ്. തെറ്റ് മനസ്സിലായാൽ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെ എന്താ പറയാ, പഠിച്ചവൻ നീ എന്നോട് ഒന്നുകൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ഇരുകരങ്ങളും നീട്ടിട്ട് എന്താ ചെയ്യുന്നത്, എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മളങ്ങോട്ട് ചേർത്ത് പിടിക്കും, നമ്മളങ്ങോട്ട് സ്വീകരിക്കും റബ്ബ്. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത്. ഈ കാരുണ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് നിത്യേന പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മക്കളെ അള്ളാഹു എങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ അള്ളാഹു എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളോട് അള്ളാഹു എങ്ങനെ കാരുണ്യം കാണിക്കുന്നു, നമസ്കരിച്ചാൽ എന്താണ് അതിൻ്റെ ഗുണം, സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം, നമ്മൾ തട്ടയിടുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം, എന്തുകൊണ്ടാണ് പഠിച്ചവനത് പറഞ്ഞിരിക്കുന്നത്, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. തട്ടിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. തട്ടിടാൻ പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. നമ്മളെക്കാൾ കൂടുതൽ അത് റബ്ബിനാണ് അറിയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഉദാഹരണത്തിലൂടെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ബസ്മലയുടെ ഒരു ഉള്ളടക്കം. ഇൻഷാ അല്ലാഹ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.